സോപ്പിന്റെ പരസ്യമായാലും ബ്യൂട്ടി കെയർ പ്രൊഡക്ട്സ് ആയാലും പരസ്യങ്ങളിൽ 90% സ്ത്രീകളാണ്. അതെന്താ അങ്ങനെ? മെൻ ആർ ഓൾസോ ബ്യൂട്ടി കോൺഷ്യസ്. പക്ഷെ 2013 ഇതിലൊരു ബിസിനസ് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഒരു അമേരിക്കക്കാരനായിരുന്നു, ജാക്ക് ഹാൽറോ. മാർക്കറ്റിലധികവും വുമൺസിന് വേണ്ടി ഉണ്ടാക്കുന്ന കെമിക്കൽ സോപ്പുകളാണെന്നും മെന്നിന് വേണ്ടി സ്പെഷ്യലായിട്ട് നാച്ചുറൽ സോപ്പ് ഉണ്ടാക്കി നൽകിയാൽ തൻ്റെ സ്കിൻ ഡിസീസസും മാറും, ഒരു ബിസിനസ് നടക്കുമെന്ന് ജാക്ക് മനസ്സിലാക്കി. അങ്ങനെ തൻ്റെ ഗ്യാരേജിൽ തന്നെ സ്വന്തമായി ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ നിർമ്മിച്ചുകൊണ്ട് ഡോക്ടർ സ്ക്വാച്ച് എന്ന ബ്രാൻഡ് ആരംഭിച്ചു. ടൂത്ത് പേസ്റ്റ്, ഡെയോഡറന്റ്, ഷാംപൂ, ലോഷൻ തുടങ്ങിയവയിലേക്ക് ബ്രാൻഡ് വിപുലീകരിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച കച്ചവടമൊന്നും നടന്നില്ല. അങ്ങനെ 2017 റെയിൻ ഡ്രോപ്പ് എന്ന ബ്രാൻഡിംഗ് ഏജൻസിയുമായി ഒടുവിൽ ഇവർ കൈകോർത്തു. യു ആർ നോട്ട് എ ഡിഷ്, യു ആർ എ മാൻ. ഇതുപോലെയുള്ള ടാഗ് ലൈനുകൾ വെച്ചുകൊണ്ട് ഫേമസ് അമേരിക്കൻ കോമഡി ആക്ടറായിട്ടുള്ള ജെയിംസ് ഷെയറിനെ വെച്ചുകൊണ്ട് ഇവർ ആഡ് ചെയ്തു. യൂട്യൂബ്, ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ 120 മില്യണിലധികം വ്യൂ ആണ് ഇത് നേടിയത്. അതിലൂടെ ജെൻസി മെൻസിനെ ലക്ഷ്യമാക്കി അവർ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തു. 2021 ആയപ്പോഴേക്കും വാർഷിക വിൽപ്പന $100 മില്യൺ എത്തി. വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, മറ്റു മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളൊക്കെ വഴി റെയിൻ ഡ്രോപ്പ് ഇവരെ അവിടുത്തെ നമ്പർ 1 ആക്കി മാറ്റി. ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പിൽ നിന്നും മൈക്ക് ടൈസനെ വരെ ഫേസ് ആക്കിക്കൊണ്ട് ഇന്നിവർക്ക് വളരാൻ കഴിഞ്ഞതിന് വലിയ 2 കാരണങ്ങളാണുള്ളത്. നമ്പർ 1, സീസിങ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി, and number 2, choosing the right branding agency.